തലസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല സ്ഥലങ്ങളിലും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ്. പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധം നടന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഞാനിപ്പോഴുള്ളത് ആറ്റുകാൽ വാർഡിലാണ്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രതിഷേധം കവടിയാർ കൗൺസിലർ കൂടിയായിട്ടുള്ള KS ശബരിനാഥൻ ഉദ്ഘാടനം ചെയ്ത ഒരു അവസ്ഥയിലാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാർ വളരെയധികം കുടിവെള്ള പ്രശ്നത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ എത്തിയപ്പോൾ അറിയാൻ സാധിച്ചത്. പലയിടങ്ങളിലും പ്രതിഷേധം രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ള പ്രശ്നത്തിന് ഇതുവരെയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കാത്ത ഒരു ഘട്ടമാണ്. ഇതുവരെയും ഇങ്ങനെ സമാനതകളില്ലാത്തൊരു നിലപാടുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഈ കോർപ്പറേഷൻ 45 ദിവസത്തിനകത്ത് മാറ്റം ഉണ്ടാകുമെന്നാണ് BJP പറഞ്ഞത്. പക്ഷേ 45 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ നാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഗ്യാസ് ഇല്ല, കുടിവെള്ളമില്ല. ആ അവസ്ഥയാണ് BJP വന്നതിന് ശേഷം ഈ കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മേയർ പറയുന്നത് ഇത് നമ്മുടെ പ്രശ്നമല്ല, ഇത് ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയുടെയും KSEBിയുടെ ഒക്കെ പല പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത്. വാട്ടർ അതോറിറ്റിയുടെ മേലിൽ ഈ പഴിചാരുന്ന ഒരു സമീപനമാണ് മേയറുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഭരണം കിട്ടി, അവർ ഭരിക്കുകയാണ്. ഭരിക്കുന്നൊരു സംവിധാനം എല്ലാ സർക്കാരുമേ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ്. ഇവർ ബാക്കി എല്ലാ കാര്യത്തിനും CPM ജീവിതം ഡീലുണ്ട്, പക്ഷേ ഭരിക്കുന്ന കാര്യത്തിൽ ഡീലില്ല. ഞാൻ പറയുന്നത് ഡീലുണ്ടാക്കുക, നിങ്ങൾ ഇരിക്കുക, ചർച്ച ചെയ്യും. ഈ വിഷയം ആദ്യം വന്നപ്പോൾ ആദ്യം സമരം പോയത് ഞാനടക്കമുള്ള UDF കൗൺസിലേഴ്സാണ്. ഇതിന് പ്രശ്നമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് നമ്മൾ സമരം ചെയ്തു. അന്ന് ആ സമരത്തിനെ പുച്ഛിച്ചേറിയ ആളുകളാണ് BJPയുടെ ആളുകളും CPMൻ്റെ ആളുകൾ. പിന്നെ അവർ വന്ന് ഇവിടെ കുടം കൊണ്ട് സമരം വരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ കസ്റ്റോഡിയൻ ഈ നഗരത്തിൻ്റെ കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ ഉത്തരവാദിത്വമാണ്, അതോടൊപ്പം സർക്കാർ ഉത്തരവാദിത്വം. പക്ഷേ കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് സർക്കാരിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല? അന്ന് സമരം നടന്നപ്പോൾ ഞാനടക്കം കൗൺസിലേഴ്സ് പോയി പ്രശ്നമുണ്ടാക്കി. നമ്മൾ CE അടക്കം SC അടക്കമുള്ള ആളുകളെ കണ്ട് UDFൻ്റെ വാർഡുകളുടെ ഓരോ പോയിൻ്റ് അടക്കമുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി മീറ്റിംഗ് നടന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട മേയറുടെ മീറ്റിംഗ് നടന്നു. പക്ഷേ പ്രശ്നം അവർക്ക് ഭരിച്ചുള്ള പരിചയമില്ലാത്തത് കൊണ്ടും ഭരണത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടും തിരുവനന്തപുരത്തിൻ്റെ ആളുകളുടെ അവസ്ഥ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇലക്ഷൻ സമയമായിട്ട് നമ്മൾ കൂടുതൽ പറയാത്തതാണ്. പക്ഷേ കുടിവെള്ളമടക്കം, ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കം, കോർപ്പറേഷൻ്റെ സർവീസസ് അടക്കം, അവിടെ നിയമഞ്ഞില്ലേ ചെറിയ റോഡുകളുടെ വർക്കടക്കം, ഈ കഴിഞ്ഞ ഞാൻ തന്നെ എൻ്റെ വാർഡിൽ കവടിയാറിൽ തന്നെ എത്രയോ വർക്കുകൾ പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ബില്ലുകൾ ഏറിയാത്തതുകൊണ്ട് അത് പഴയ കോർപ്പറേഷൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഇവർ ഭരിച്ചു തുടങ്ങിയിട്ട് 3-4 മാസമായില്ലേ? അത് ക്ലിയർ ആയിക്കൊണ്ട് വർക്ക് നടത്താത്തതുകൊണ്ട് എത്രയോ ചെറിയ വർക്കുകൾ, ഇറിഗേഷൻ, റോഡ് അടക്കമുള്ള വർക്കുകൾ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പരാജയമാണ്. 45 ദിവസം കൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് മോദിയൊക്കെ പറഞ്ഞിട്ട് 45 അവസാനം വെള്ളം കിട്ടാതെ ജനങ്ങൾ തെരുവിലും ഗ്യാസ് കിട്ടാതെ ആളുകൾ ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ശക്തമായിട്ടുള്ള സമരമായിട്ടുണ്ടാകും. എന്നാൽ UDF ഉറപ്പ് നൽകുന്നു, തിരുവനന്തപുരത്ത് കുടിവെള്ളത്തിൻ്റെ വലിയ വിഷയമുണ്ട്. ഇതിന് പുതിയ കുടിവെള്ള സ്രോതസ്സുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ചയുണ്ടാകണം. നിർഭാഗ്യവശാൽ 10 വർഷം കൊണ്ട് അരുവിക്കര ഡാമല്ലാതെ പല ഓപ്ഷൻസ് നമുക്ക് നെയ്യാറടക്കമുള്ള എല്ലാവരടക്കമുള്ള ഓപ്ഷൻസിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സർക്കാർ ചെയ്തിട്ടില്ല. UDFൻ്റെ ഒരു ഗവൺമെൻറ് വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ള 10 ലക്ഷം ആളുകളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ സൊല്യൂഷൻ UDF കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം ഈ കോർപ്പറേഷൻ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് അവരെങ്ങനെങ്കിലും LDFും BJPയും ഒരുമിച്ച്, LDFിൻ്റെ ആ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, കോർപ്പറേഷൻ ഭരിക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് തന്ന ഉത്തരവാദിത്വം ചെയ്യുക എന്ന് മാത്രം ബഹുമാനപ്പെട്ട മേയറോടും കൂട്ടരോടും പറയുന്നു. അല്ലാതെ സമരം ചെയ്തുകൊണ്ട് സമരപാതയിൽ ഇപ്പോഴും ഇവിടെ BJP നിൽക്കേണ്ട ആവശ്യമില്ല. അവരാണ് പീപ്പിൾ ഇൻ പവർ. നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പും നൽകുന്നു. വളരെ വ്യക്തമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്ന ദിവസങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് KS ശബരിനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.